നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ വർഷം 6000 രൂപ ലഭിക്കുന്ന കർഷകർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന സ്പെഷ്യൽ ഡ്രൈവ് ഈ 31-ാം തീയതി നാളെയോടെ അവസാനിക്കുകയാണ്. പിന്നീട് ഒരവസരം നൽകുന്നതല്ല. ഇതിനു മുൻപ് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇലക്ട്രോണിക് KYCയുടെ സ്റ്റാറ്റസാണ്. ആധാർ നമ്പർ കൊടുത്തത് പരിശോധിക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിക് KYC ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ സാധിക്കും. അങ്ങനെ അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള പരിശോധനകളുടെ ആവശ്യമില്ല, മുടങ്ങാതെ തന്നെ സഹായം എത്തിച്ചേരും. എങ്കിലും മറ്റ് സംശയ ദൂരീകരണങ്ങൾക്ക് സ്റ്റാറ്റസ് എടുക്കുന്നതിലും തെറ്റുകളൊന്നുമില്ല. ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസും അത് കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടില്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ KYC ഒക്കെ ചെയ്യുന്നതിനുള്ള അവസരം കോമൺ സർവീസ് സെൻറ്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം ഉണ്ട്. അങ്ങനെ അത് പൂർത്തിയാക്കുന്നവർക്കാണ് ജൂൺ മാസം വിതരണം ചെയ്യുന്ന 2000 രൂപയ്ക്ക് അർഹതയുള്ളത്. അപ്പോൾ കർഷകരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് കൃഷി സ്ഥലമുള്ളവർ അതോടൊപ്പം തന്നെ കർഷകരായിട്ടുള്ളവർ ഇവരെല്ലാം തന്നെ കർഷക രജിസ്ട്രിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യണം, വേരിഫിക്കേഷൻ ചെയ്യണം. ഒരു കർഷക ID ഇതിൻ്റെ ഭാഗമായിട്ട് ജനറേറ്റ് ചെയ്ത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാന തീയതിയായോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളുടെ സമയവും സാഹചര്യവും നോക്കി എപ്പോൾ വേണമെങ്കിലും കൃഷിഭവനിൽ എത്തിച്ചേർന്ന് ഇത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുമഴ സമയത്ത് പോകണമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ അല്പം ശാന്തമായി കഴിയുമ്പോൾ പോയി ചെയ്താലും മതിയാകും. നമുക്കിതിന് അവസാന തീയതി ആയിട്ടില്ല. അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ വേരിഫിക്കേഷന് വേണ്ടി കർഷകർ അവരുടെ കൃഷിസ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ പോലുള്ള വിവിധ കടമ്പകൾ ഉണ്ട്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കുകയുള്ളൂ വേരിഫിക്കേഷൻ പൂർത്തിയാവാനായിട്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിയുള്ളവർ ഒരു സ്വയം തൊഴിൽ സംരംഭമൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് വായ്പ എടുത്തിട്ടൊക്കെ ആരംഭിച്ചവരാണ് എങ്കിൽ അവർക്ക് വായ്പയിന്മേൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയുണ്ട്. അത്തരത്തിൽ സബ്സിഡി ലഭിക്കുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതിയാകും. അതായത് നമുക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ആരംഭിക്കുന്നതിന് വേണ്ടി ബാങ്ക് ലോണൊക്കെ അനുവദിച്ച് അതിന്മേലാണ് നമ്മുടെ സംരംഭമൊക്കെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് എങ്കിൽ അത്തരത്തിലാണ് ഇവിടെ ഒരു വായ്പയിന്മേൽ ഒരു സബ്സിഡി എന്ന രീതിയിൽ സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക ധനസഹായം അനുവദിക്കുന്നത്. ഈ സബ്സിഡി ആകുമ്പോൾ ഇത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല, സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം തീർച്ചയായിട്ടും അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവരെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് സേഫ് വീട് പുനരുദ്ധാരണ പദ്ധതി. നിലവിൽ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്കും അതോടൊപ്പം തന്നെ വീട് നിർമ്മാണം പാതി വഴിയിലൊക്കെ ഇപ്പോൾ ആയിരിക്കുന്ന ആളുകൾക്കും അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ധനസഹായം നൽകുന്നു. പട്ടികജാതി ക്ഷേമ ഓഫീസുകളിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും. വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2006 ശേഷം പാർപ്പിട നിർമ്മാണം ആരംഭിക്കുകയും എന്നാൽ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ മുടങ്ങിക്കിടക്കുകയും ചെയ്യുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇവിടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ആശ്വാസ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്ക് 6 കിലോ അരി സൗജന്യമായിട്ട് അതോടൊപ്പം തന്നെ സൗജന്യ റേഷനും 1000 രൂപ വീതം കുടുംബങ്ങൾക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിലും അവർക്ക് വരുമാനം നിലയ്ക്കുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക ധനസഹായം അനുവദിച്ചിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ വിശദമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും മറ്ററിയിപ്പുകളും ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.